എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. നമ്മൾക്ക് അറിയാം, നമ്മളുടെ ജീവിതത്തിൽ എല്ലാവർക്കും സക്സസ് അല്ലെങ്കിൽ സക്സസ്ഫുൾ ആകുക എന്നുള്ളൊരു ആഗ്രഹം എല്ലാ മനുഷ്യരിലുമുണ്ട്. എല്ലാ മനുഷ്യരിലും എന്ന് പറയുമ്പോൾ എല്ലാ മനുഷ്യരിലുമില്ല, എന്നാൽ ഏറെക്കുറെ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ രീതിയിൽ സക്സസ്ഫുൾ ആകുക, അല്ലെങ്കിൽ നമുക്ക് വിജയം കൈവരിക്കുക എന്നത്. നമ്മൾ ഓരോ മനുഷ്യരും പ്രവർത്തിക്കുന്നത് വ്യത്യസ്തമായിട്ടുള്ള മേഖലകളിലാണ്. അത് നമുക്ക് മനുഷ്യർ തന്നെ പല കാറ്റഗറിയിലുള്ള ആൾക്കാരുണ്ട്. കാറ്റഗറി എന്ന് പറയുമ്പോൾ ഇപ്പം എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, അൺഎഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, സെമി സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, ഇല്ലേ? എഡ്യൂക്കേഷനിൽ തന്നെ വ്യത്യസ്തമായിട്ടുള്ള എഡ്യൂക്കേഷനുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള മനുഷ്യർ ഉൾപ്പെടുന്ന ഒരു സമൂഹമാണ് നമ്മൾ, അല്ലെങ്കിൽ ലോകമാണ് നമ്മൾ. അപ്പോൾ എന്നിരുന്നാൽ തന്നെയും എല്ലാ മനുഷ്യർക്കും ജനറലി പൊതുവായിട്ട് അവർക്ക് ഏറെക്കുറെ ഒട്ടുമിക്ക എല്ലാ മനുഷ്യർക്കും ജീവിതത്തെക്കുറിച്ചൊരു കാഴ്ചപ്പാടുള്ള മനുഷ്യർക്ക് സക്സസ് അല്ലെങ്കിൽ സക്സസ്ഫുൾ ആകുക എന്നുള്ളൊരു ലക്ഷ്യം അല്ലെങ്കിൽ ഒരു ആഗ്രഹം എല്ലാവരിലുമുണ്ട്. അപ്പോൾ അവരവരുടെ മേഖല തിരഞ്ഞെടുക്കുന്നതിൽ എല്ലാവരും തൽപരരാണ്. ഓരോരുത്തർക്കും അവരുടെ സ്കില്ല്, കഴിവ് ഒക്കെ അല്ലെങ്കിൽ അവരുടെ ഇൻട്രസ്റ്റൊക്കെ അനുസരിച്ച് അവർക്ക് അവരുടെ ജീവിതത്തിൽ എന്ത് ചെയ്യണം അല്ലെങ്കിൽ എന്തായി തീരണം എന്നൊക്കെ ഉള്ളതിനെക്കുറിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കുക, അതിനുള്ള ചോയ്സൊക്കെ നമുക്ക് ഇന്ന് പഴയതിനേക്കാളൊക്കെ വ്യത്യസ്തമായിട്ട് എല്ലാവർക്കും ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലോകം, സമൂഹമാണ്. അപ്പോൾ ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ഇൻട്രസ്റ്റഡ് ഏരിയാസ് ഉണ്ടായിരിക്കും, എന്തായിരിക്കണം. അപ്പോൾ ചിലർക്ക് ജോലി ചെയ്യുന്നതിലായിരിക്കും താല്പര്യം, ചിലർക്ക് ജോലി കൊടുക്കുന്ന ആൾക്കാരാകുക, അതൊക്കെ നമ്മൾ എംപ്ലോയേഴ്സ്, ബിസിനസ് പീപ്പിൾ അല്ലെങ്കിൽ എൻ്റർപ്രനേഴ്സ് എന്നൊക്കെ പറയുന്നത്. ചിലർക്ക് ജോലി ചെയ്യുന്നതിലായിരിക്കും താല്പര്യം, ചിലർ പിന്നെ ആക്ടിങ് ഉണ്ട്, ചിലർ ഓതേഴ്സ് ആകുക, ചിലർ സിംഗേഴ്സ് ആകുക, അല്ലേ? പിന്നെ അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള നൂറുകണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള മേഖലകളുണ്ട്. അപ്പോൾ അവരവരുടെ സ്കില്ലനുസരിച്ച്, ക്വാളിഫിക്കേഷൻ അനുസരിച്ച്, അല്ലെങ്കിൽ കഴിവനുസരിച്ച്, താല്പര്യം നമ്മളുടെ ബേസ് ചെയ്യുന്നത് എന്തായിരിക്കും? നമ്മുടെ കഴിവിനെയും കൂടെ ആശ്രയിച്ചായിരിക്കും, ഇല്ലേ? ഇപ്പം പാട്ട് പാടാൻ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ അതിനുള്ള കഴിവില്ലെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. എഴുതാനുള്ള ആഗ്രഹം എനിക്കുണ്ട്, പക്ഷേ എനിക്കതിനുള്ള കഴിവില്ലെങ്കിൽ, അല്ലെങ്കിൽ പടം വരയ്ക്കാനുള്ള ആഗ്രഹം, എനിക്കത് ഇഷ്ടമാണ്, പക്ഷേ അതിനുള്ള കഴിവ്, സ്കിൽ നമുക്ക് ഉണ്ടാകണം. അങ്ങനെ ആഗ്രഹത്തിൻ്റെയും കഴിവിൻ്റെയും അടിസ്ഥാനത്തിലാണ് ഓരോ വ്യക്തികളും ജീവിതത്തിൽ വ്യാപരിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ സക്സസ് ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും അതിന് ചില കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ വർക്കൗട്ട് ചെയ്താൽ മാത്രമേ നമുക്ക്, അല്ലെങ്കിൽ ചില ക്വാളിറ്റീസ് നമുക്ക് ജീവിതത്തിൽ ഉണ്ടായാൽ മാത്രമേ നമുക്ക് സക്സസ്ഫുൾ ആകാൻ സാധിക്കത്തുള്ളൂ. ഇനി സക്സസ്ഫുൾ ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേക ക്രൈറ്റീരിയ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു മാനദണ്ഡം ഉണ്ടോ, അല്ലാതെ ഇന്ന രീതിയിലൊക്കെ ആയിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ സക്സസ്ഫുൾ ആകത്തുള്ളൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അങ്ങനൊരു വൺ സൈസ് ഫിറ്റ്സ് ഓൾ, ഒരു സൈസ് അല്ല എല്ലാവരുടെയും ജീവിതത്തെ പിന്നെ തീരുമാനിക്കുന്നത്. ഇപ്പം മുകേഷ് അംബാനി, അല്ലെങ്കിൽ അദാനി, അല്ലെങ്കിൽ മിസ്റ്റർ യൂസഫ് അലി, ഇതുപോലുള്ള ആൾക്കാർ, അല്ലെങ്കിൽ മോഡിയെപ്പോലുള്ള, പിണറായിയെപ്പോലുള്ള പൊളിറ്റീഷ്യൻസ്, ശശി തരൂർ, അല്ലെങ്കിൽ മോഹൻലാൽ മമ്മൂട്ടി, അല്ലെങ്കിൽ ഷാറൂഖ് ഖാൻ, അല്ലെങ്കിൽ അരുന്ധതി റോയ്, ഇല്ല, ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള മേഖലകളിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള വ്യക്തികളൊക്കെ ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ എല്ലാം സക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമുക്ക് ഒരൊറ്റ മെഷറിംഗ് റോഡ് അല്ലെങ്കിൽ മാനദണ്ഡം വെച്ചിട്ട് നമുക്ക് അതിനെ അളക്കാൻ സാധിക്കത്തില്ല. ഓരോരുത്തരും സക്സസ്ഫുൾ ആയിരിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള രീതികളായിരിക്കും. അപ്പോൾ ആ സക്സസിൻ്റെ എല്ലാം ക്രൈറ്റീരിയ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് വളരെ വ്യത്യസ്തമായിരിക്കും. പക്ഷേ ജനറലായിട്ട് നമുക്ക് ഒരു വ്യക്തിക്ക് സക്സസ്ഫുൾ ആകണമെങ്കിൽ ആ വ്യക്തി തിരഞ്ഞെടുത്ത മേഖലയിൽ, അല്ലെങ്കിൽ ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിൽ ഒരു വ്യക്തിക്ക് സക്സസ്ഫുൾ ആകണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് നമുക്ക് ഇതുവരെ ജനറലി പറയാൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട ഒരു 6 ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ക്വാളിറ്റീസ് നമ്മൾ തീർച്ചയായിട്ടും ഒരു വ്യക്തിക്ക് ഉണ്ടായാൽ മാത്രമേ നമുക്ക് ഈ സക്സസ്ഫുൾ ആകാൻ സാധിക്കത്തുള്ളൂ. നമുക്ക് അതൊരു ഗ്യാരണ്ടി ഒന്നുമല്ല, കാരണം ഒന്നിനും നമുക്കൊരു ഗ്യാരണ്ടി ഇല്ല ജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ. അപ്പോൾ തീർച്ചയായിട്ടും ഒന്നും നമ്മൾ ഏത്
അവസ്ഥയിലാണെങ്കിൽ ശരി, നമുക്കൊന്നും ഗ്യാരണ്ടി നമുക്ക് പറയാൻ സാധിക്കത്തില്ല. പക്ഷേ നമുക്ക് ഒരു സർട്ടൻ കാര്യങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് ചെയ്തേ പറ്റത്തുള്ളൂ. ചില കാര്യങ്ങളിലേക്ക് നമുക്ക് നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക്, അല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് നടന്ന്, അല്ലെങ്കിൽ നമ്മുടെ ഡെസ്റ്റിനേഷൻ ഇവിടുന്ന് ഒരു 50 മീറ്റർ മുമ്പിലാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും സ്റ്റെപ്പുകൾ വെച്ച് മുമ്പോട്ട് നടന്നാൽ മാത്രമേ നമുക്ക് അവിടെ എത്താൻ പറ്റത്തുള്ളൂ, ഇല്ലേ? അപ്പം ചില സർട്ടൻ ബേസിക് ആയിട്ടുള്ള, ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള, ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്താൽ, എക്സിക്യൂട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് നമ്മുടെ ആ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കത്തുള്ളൂ, അല്ലെങ്കിൽ ഡെസ്റ്റിനേഷനിലേക്ക് നമുക്ക് എത്താൻ സാധിക്കത്തുള്ളൂ. അപ്പം നമ്മുടെ സക്സസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും ഒരു ഡെസ്റ്റിനേഷനാണ്. സക്സസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഗോളാണ്, ലക്ഷ്യമാണ്. അപ്പോൾ ഗോൾ എല്ലാവർക്കും ഉണ്ടായിരിക്കും തീർച്ചയായിട്ടും. പല മനുഷ്യർക്കും ഈ ജീവിതത്തെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുള്ള, അല്ലെങ്കിൽ ജീവിത ലക്ഷ്യങ്ങളുള്ള ആൾക്കാർക്കെല്ലാം, ഒരു ലക്ഷ്യബോധമുള്ള ആൾക്കാർക്കെല്ലാം ഒരു ഗോൾ അല്ലെങ്കിൽ ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കും. അപ്പം ലക്ഷ്യം ഈസ് ഓക്കെ, ഗോൾ ഈസ് ഓക്കെ. പക്ഷേ ആ ഗോളിലേക്ക് നമ്മൾ ചെന്ന് എത്തുന്നതിന് വേണ്ടി നമുക്ക് ചില കാര്യങ്ങൾ തീർച്ചയായിട്ടും വളരെ മാൻഡേറ്ററി ആയിട്ട് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ചില കാര്യങ്ങളിൽ കൂടെ മാത്രം നമ്മൾ സഞ്ചരിച്ചാൽ, അല്ലെങ്കിൽ ചില ക്വാളിറ്റീസ് നമ്മൾ അക്വയർ ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഒരു സക്സസ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക്, അത് സക്സസ്സിന് ചെറുതോ വലുതോ എന്നുള്ള സക്സസ് ഒന്നുമില്ല. സക്സസ് ഈ സക്സസ് ആഫ്റ്റർ ഓൾ. മനസ്സിലായല്ലോ? അല്ല ഒരു മില്യനർ ആകുക എന്നാൽ മാത്രമേ നമ്മൾ സക്സസ്ഫുൾ ആകത്തുള്ളൂ, അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു സൂപ്പർ മെഗാസ്റ്റാർ ആകുക എന്നാൽ മാത്രമേ സക്സസ്ഫുൾ ആകത്തുള്ളൂ. അങ്ങനെയൊന്നും ഒരിക്കലുമില്ല. എല്ലാ വ്യക്തികളും സക്സസ്ഫുള്ളാണ് ഇൻ വൺ വേ ഓർ അനദർ. ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റു രീതിയിൽ എല്ലാ വ്യക്തികളും ജീവിതത്തിൽ സക്സീഡ് ചെയ്യുന്നവരാണ്. ഫെയിലിയേഴ്സും പലർക്കും ഉണ്ടാകാം, എല്ലാവർക്കും ഉണ്ടാകാം. പക്ഷേ എന്നിരുന്നാൽ തന്നെയും ജനറലായിട്ട് നമുക്ക് തീർച്ചയായിട്ടും ഈ പറയുന്ന 6 ക്വാളിറ്റീസ് നമുക്ക് വളരെ അത്യാവശ്യമാണ് സക്സസ്ഫുൾ ആകണമെങ്കിൽ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടാണ് ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് നമുക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണ്. ജീവിതത്തിൽ ലക്ക് എന്ന് പറയുന്നൊരു കാര്യം വളരെ റെയറാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് ഹാർഡ് വർക്കിൽ കൂടെ മാത്രമേ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കത്തുള്ളൂ. അതിപ്പോൾ ഏത് മേഖലയിൽ നമ്മൾ പ്രവർത്തിച്ചാലും ശരി. ഇപ്പോൾ നമ്മൾ കാണുന്ന വലിയ സൂപ്പർ സ്റ്റാർസ്, മെഗാ സ്റ്റാർസ്, അല്ലെങ്കിൽ സ്പോർട്സ് പേഴ്സണാലിറ്റീസ്, ഇപ്പോൾ സച്ചിൻ ടെണ്ടുൽക്കർ, അല്ലെങ്കിൽ സുനിൽ ഗാവസ്കർ, കപിൽ ദേവ്, രാഹുൽ ദ്രാവിഡ്, അല്ലെങ്കിൽ ബ്രിയൻ ലാറ, ഇതുപോലുള്ള പേഴ്സണാലിറ്റീസ് സ്പോർട്സിലായാലും ശരി, അല്ലെങ്കിൽ ഫുട്ബോളിൽ നമ്മൾ കാണുന്ന മെസ്സി, ഇല്ലേ, റൊണാൾഡോ, ഇതുപോലുള്ള വ്യക്തികളൊക്കെ എന്ന് പറഞ്ഞാൽ അവർ നിരന്തരം 24/7 അവർ ഹാർഡ് വർക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് അവർക്ക് ഈ പറഞ്ഞ ഫൈനൽ റിസൾട്ട് അവർക്ക് കിട്ടുന്നത്. അപ്പോൾ ഹാർഡ് വർക്ക് നമുക്കൊരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ക്വാളിറ്റിയാണ് ഒരു സക്സസ്ഫുൾ ആകുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടി നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ. അപ്പോൾ അതിനകത്ത് ലക്ക് എന്ന് പറയുന്നത് വളരെ റെയറായിട്ട് മാത്രം, അല്ലെങ്കിൽ ഷോർട്ട് കട്ടൊന്നുമില്ല നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ദർ ഈസ് നോ ഷോർട്ട് കട്ട് ടു സക്സസ് എന്നാണ് പറയുന്നത്. സക്സസ് നമ്മൾ എപ്പോഴും പറയുമ്പോൾ ഇവിടെ നമ്മൾ സക്സസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജെന്യുവിനായിട്ടുള്ള, ഒതൻറ്റിക് ആയിട്ടുള്ള സക്സസ് ആണ്. അത് നമ്മളെപ്പോലുള്ള സാധാരണ മനുഷ്യർ, എല്ലാവരും സാധാരണ മനുഷ്യരാണ്, പക്ഷേ സാധാരണ മനുഷ്യരെന്ന് വിശേഷിപ്പിക്കുന്നത് നമ്മളെപ്പോലുള്ള ആൾക്കാരുടെ ജീവിതത്തിൽ നമ്മൾ നേടിയെടുക്കുന്ന ഒതൻറ്റിക് ആയിട്ടുള്ള, സത്യസന്ധമായിട്ടുള്ള, ന്യായമായിട്ടുള്ള ലക്ഷ്യങ്ങളാണ് നമ്മൾ സക്സസ് എന്ന് പറയുന്നത്. അതിനകത്ത് ഒത്തിരി വിഭാഗങ്ങൾ അല്ലെങ്കിൽ ഒത്തിരി മേഖലകളുണ്ട്, അതിനെക്കുറിച്ച് നമ്മൾ വിശദീകരിക്കുന്നില്ല. പക്ഷേ ജനറലി നമ്മൾ ജെന്യുവിനായിട്ടുള്ള സക്സസ്, ഇപ്പം ദാവൂദ് ഇബ്രാഹിം സക്സസ്ഫുൾ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സക്സസ്ഫുൾ. പക്ഷേ നമ്മൾ അങ്ങനെ ഒരു സക്സസിനെ കുറിച്ചല്ല സംസാരിക്കുന്നത്. ന്യായമായിട്ടുള്ള, ഒതൻറ്റിക്കായിട്ടുള്ള, അല്ലെങ്കിൽ ജെന്യുവിനായിട്ടുള്ള, ട്രൂത്ത്ഫുൾ ആയിട്ടുള്ള സക്സസിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സക്സസ്സിന് നമുക്ക് ഈ പറഞ്ഞ സക്സസ്സിനും ദാവൂദ് ഇബ്രാഹിമിനെ പോലുള്ള വ്യക്തികളുടെ ജീവിതത്തിലെ സക്സസ്സിന് ഈ പറഞ്ഞ ക്വാളിറ്റീസ് ഒക്കെ തന്നെ വേണം മനസ്സിലായത്. ഹാർഡ് വർക്ക് വളരെ അത്യാവശ്യമാണ്. ഒരു വലിയൊരു മാഫിയ കിങ് ആകുക, അല്ലെങ്കിൽ വലിയൊരു എന്താണ് പറയുന്നത്, അതുപോലുള്ള മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് അവരുടെ സക്സസ്സിന് വേണ്ടി തീർച്ചയായിട്ടും ഹാർഡ് വർക്ക് ചെയ്തേ വരത്തുള്ളൂ. അതിനൊരു ഷോർട്ട് കട്ടോ അല്ലെങ്കിൽ ഈസി വേ ഒന്നും ഇരിക്കുന്നത്. അപ്പോൾ ഹാർഡ് വർക്ക് നമുക്ക് ഒരിക്കലും ഒഴിച്ചുവിടാൻ പറ്റാത്തൊരു ഫാക്ടർ അല്ലെങ്കിൽ ക്വാളിറ്റി ആയിരിക്കണം സക്സസ്ഫുൾ ആകുന്ന ഒരു വ്യക്തിക്ക് വേണ്ടത്. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ പേഷ്യൻസ് ആണ്. പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ക്ഷമ വേണം തീർച്ചയായിട്ടും. കാരണം ക്ഷമയോടുകൂടി കാത്തിരുന്നത് മാത്രമേ നമുക്ക് റിസൾട്ട് പലയിടത്തും നമുക്കുണ്ടാകത്തുള്ളൂ. ക്ഷമയോടുകൂടി നമ്മൾ പ്രവർത്തിച്ചാൽ മാത്രമേ, കാരണം നമുക്ക് ചിലപ്പോൾ കാത്തിരിക്കേണ്ടി വരുന്ന കാലഘട്ടങ്ങൾ വളരെ കൂടുതലായിരിക്കാം. പെട്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഷോർട്ട് കട്ട്, ദർ ഈസ് നോ ഷോർട്ട് കട്ട് ടു സക്സസ്. സക്സസ്സിലേക്ക് ഷോർട്ട് കട്ടൊന്നുമില്ല. ചിലപ്പോൾ നമുക്ക് 3 വർഷം, 5 വർഷം, 10 വർഷം, അല്ലെങ്കിൽ 15 വർഷമൊക്കെ കാത്തിരുന്നാൽ മാത്രമേ നമുക്ക് സക്സസ്സിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നുള്ളൂ. ഇപ്പോൾ ഒരു ബെസ്റ്റ് സെല്ലർ ഓതർ, ആ ബെസ്റ്റ് സെല്ലർ ഓതർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബുക്ക് എഴുതി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ബുക്ക് മാത്രമേ കാണുന്നുള്ളൂ, ആ ഫൈനൽ റിസൾട്ട് ഔട്ട്പുട്ട് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. പക്ഷേ അതിൻ്റെ പുറമോട്ട് നമ്മൾ എടുത്തു പോയി കഴിഞ്ഞാൽ ആ വ്യക്തി ചിലപ്പം 5, 10 അല്ലെങ്കിൽ 15 വർഷം അതിനുവേണ്ടി ചിലപ്പോൾ
ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും. ഒത്തിരി കാര്യങ്ങൾ വായിക്കുകയും എഴുതുകയും അതിനിടയിലൊക്കെയുള്ള ഒത്തിരി പരാജയങ്ങളും സെറ്റ് ബാക്സും ഒക്കെ മറികടന്നിട്ടായിരിക്കും ആ ഫൈനൽ ഔട്ട്പുട്ടിലേക്ക് ആ ഒരു വ്യക്തി. അതുപോലെ ഇപ്പോൾ നമ്മൾ കാണുന്ന വലിയ സൂപ്പർ സ്റ്റാർസ്, മെഗാ സ്റ്റാർസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ലൈഫിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി സീരീസ് ഓഫ് ഫെയിലുവേഴ്സ് അല്ലെങ്കിൽ ഒത്തിരി സെറ്റ് ബാക്സ് ഒക്കെ അവർക്ക് ഉണ്ടായിട്ടുണ്ട് തീർച്ചയായിട്ടും. പക്ഷേ അതിനെല്ലാം അവർ മറികടന്ന് പേഷ്യൻ്റായിട്ട് വെയിറ്റ് ചെയ്ത് അവരുടെ പെർഫോമൻസിനെ ഇമ്പ്രൂവ് ചെയ്ത് വീണ്ടും ഇമ്പ്രൂവ് ചെയ്ത് അങ്ങനെ അവർ പേഷ്യൻസ് ഉള്ള ക്വാളിറ്റി, ഹാർഡ് വർക്കിനോടൊപ്പം തന്നെ പേഷ്യൻസ് തീർച്ചയായിട്ടും. കാരണം ഒത്തിരി പരാജയങ്ങൾ അവർക്കുണ്ടായിട്ടുണ്ട്. ഇപ്പം ഒരു സ്പോർട്സ് പേഴ്സണായിട്ടുള്ള സച്ചിൻ ടെണ്ടുൽക്കർ ഒത്തിരി ഗെയിംസിൽ അല്ലെങ്കിൽ ഒത്തിരി ഇന്നിങ്സിലൊക്കെ പരാജയപ്പെട്ടിട്ടുണ്ടായിരിക്കാം, വളരെ മോശമായിട്ടുള്ള പ്രകടനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ടായിരിക്കാം. എന്നിരുന്നാൽ തന്നെ പേഷ്യൻ്റായിട്ട് വെയിറ്റ് ചെയ്ത് ബെറ്ററായിട്ടുള്ള പെർഫോമൻസും അല്ലെങ്കിൽ നമ്മളുടെ പെർഫോമൻസ് അല്ലെങ്കിൽ നമ്മളുടെ ആക്ടിവിറ്റീസിനെ ഇമ്പ്രൂവ് ചെയ്ത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ഈ സക്സസ് എന്ന് പറയുന്നൊരു അവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. അപ്പം നമുക്ക് പേഷ്യൻസ് ഇല്ലെങ്കിൽ വി വിൽ ലൂസ് ദ ബാറ്റിൽ. ലൈഫ് ഈസ് എ ബാറ്റിൽ എന്നാണല്ലോ പറഞ്ഞത്, ഇല്ലേ? ജീവിതം എപ്പോഴൊരു യുദ്ധസമാനമാണ്, ഒരു സ്ട്രഗിളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം നമുക്ക് പേഷ്യൻസ് ഇല്ലെങ്കിൽ നമ്മൾ ആ ബാറ്റിൽ നമ്മൾ പരാജയപ്പെടും എന്നുള്ളതിനകത്ത് സംശയമൊന്നുമില്ല. പിന്നെ മൂന്നാമത് വേണ്ട ക്വാളിറ്റിയാണ് നമുക്ക് സാക്രിഫൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സാക്രിഫൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പലതും ത്യജിക്കേണ്ടതായിട്ട് വരും. നമുക്ക് ജെനുവിനായിട്ടുള്ള സക്സസ് നമുക്ക് നേടിയെടുക്കണമെങ്കിൽ നമുക്ക് പല കാര്യങ്ങളും നമുക്ക് ത്യജിക്കേണ്ടതായിട്ട് വരും. ചിലപ്പോൾ നമ്മുടെ സ്ലീപ്പ് തന്നെ നമുക്ക് നഷ്ടപ്പെട്ടു പോകും, പല റിലേഷൻസ് നമുക്ക് നഷ്ടപ്പെടുത്തേണ്ടി വരും. പിന്നെ ചിലപ്പോൾ നമ്മുടെ ഹെൽത്തിനെ തന്നെ നമുക്ക് ചിലപ്പോൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. ഹെൽത്തിനെ സാക്രിഫൈസ് ചെയ്യുന്നത് ശരിയല്ല, എന്നാൽ തന്നെ ഞാൻ പറയാണ്. അപ്പം പല കാര്യങ്ങളും നമുക്ക് സാക്രിഫൈസ് ചെയ്താൽ മാത്രമേ നമുക്ക് നമ്മളുടെ ഡെസ്റ്റിനേഷനിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഫൈനൽ ഗോളിലേക്ക്, ലക്ഷ്യത്തിലേക്ക് നമുക്ക് ചെന്നെത്താൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ സാക്രിഫൈസ് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു ക്വാളിറ്റിയാണ്. നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി സാക്രിഫൈസ് ചെയ്യാൻ കഴിയില്ലെങ്കിൽ നമ്മൾക്ക് എന്താണോ നേടേണ്ടത് ചിലപ്പോൾ നമുക്ക് അതിനെ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. നമ്മുടെ ലക്ഷ്യത്തെ നമുക്ക് സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. ഇപ്പം നമുക്ക് നമ്മുടെ സമയം നമ്മൾ പല പെറ്റി ഇഷ്യൂസിന് വേണ്ടി, എന്നുവെച്ചാൽ വളരെ നമുക്ക് പ്രയോജനകരമല്ലാത്ത, നമ്മുടെ ലക്ഷ്യത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യപ്പെടാത്ത പല കാര്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയും സമയമൊക്കെ നമ്മൾ ചിലവഴിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ലക്ഷ്യം നേടിയെടുക്കാൻ സാധിക്കത്തില്ല. അപ്പം ആ ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടി നമ്മുടെ ഈ പ്ലഷേഴ്സ്, ഈ ചെറിയ ഈ സുഖത്തിലും സന്തോഷത്തിലും ഒക്കെ ഏർപ്പെട്ടിരിക്കുന്ന അവസ്ഥകളെ നമുക്ക് തീർച്ചയായിട്ടും കട്ട് ഓഫ് ചെയ്യുകയോ സാക്രിഫൈസ് ചെയ്യുകയോ ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ പല സാക്രിഫൈസ് ചെയ്താൽ മാത്രമേ നമുക്ക് തീർച്ചയായിട്ടും ഈ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമുക്ക് നീങ്ങാൻ സാധിക്കത്തുള്ളൂ. പിന്നെ നമുക്ക് വേണ്ട ഒരു ക്വാളിറ്റിയാണ് കൺസിസ്റ്റൻസി എന്ന് പറയും. അത് നമുക്ക് എല്ലാ കാര്യത്തിലും നമുക്ക് വളരെ അത്യാവശ്യമാണ്. കൺസിസ്റ്റൻസി അല്ലെങ്കിൽ കോൺസിസ്റ്റൻസി എന്നൊക്കെ പറയുന്നത്. എന്നുവെച്ചാൽ നമുക്കൊരു തുടർച്ച അല്ലെങ്കിൽ സ്ഥിരത നമുക്ക് വേണം. നമ്മൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ആ വ്യാപാര മേഖലയുണ്ടല്ലോ, നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മേഖല. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ സ്പോർട്സാണ് നിങ്ങളുടെ നിഷ് എങ്കിൽ, അല്ലെങ്കിൽ ഒരു ഓതർ ആകുക എന്നുള്ളതാണ് നിങ്ങളുടെ ടാർഗറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ഡെസ്റ്റിനേഷൻ എങ്കിൽ, അല്ലെങ്കിൽ ഒരു നല്ലൊരു എൻ്റർപ്രണർ ആകുക എന്നുള്ളതാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ, ലക്ഷ്യമെങ്കിൽ, അല്ലെങ്കിൽ നല്ലൊരു എംപ്ലോയി ആകുക എന്നുള്ളതാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ, അല്ലെങ്കിൽ നല്ലൊരു ആക്ടർ ആകുക, അല്ലെങ്കിൽ നല്ലൊരു എൻജിനീയർ ആകുക, സോഫ്റ്റ്വെയർ എൻജിനീയർ ആകുക. അപ്പോൾ ഇതിനകത്തിലെ ഏത് മേഖലയായാലും ശരി നമുക്കതിനകത്തിൽ ഒരു കൺസിസ്റ്റൻസി അല്ലെങ്കിൽ ഒരു സ്ഥിരത അല്ലെങ്കിൽ തുടർച്ച നമുക്കുണ്ടാകണം. കാരണം കൺസിസ്റ്റൻസി ഇല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ സക്സസ്ഫുൾ ആകുക എന്നുള്ളത്, കാരണം വൺ സ്റ്റെപ്പ് അഹെഡ്, വൺ സ്റ്റെപ്സ് ഫോർവേഡ്, 2 സ്റ്റെപ്സ് ബാക്ക്വേഡ് എന്നുള്ളൊരു പോളിസി ആണെങ്കിൽ, അല്ലെങ്കിൽ വെയിറ്റ് ആൻഡ് സീ ഗെയിം ആണെങ്കിൽ, അല്ലെങ്കിൽ വല്ലപ്പോഴും നമ്മൾ വല്ലതുമൊക്കെ ചെയ്യുന്നൊരു സ്വഭാവക്കാരനാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അത് നമ്മളുടെ ലക്ഷ്യത്തെ നേടിയെടുക്കുന്നതിന് വലിയൊരു തടസ്സം സൃഷ്ടിക്കുന്ന ഒരു നെഗറ്റീവ് ക്വാളിറ്റിയാണ് ലാക്ക് ഓഫ് കോൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കോൺസിസ്റ്റൻസി, തുടർച്ച അല്ലെങ്കിൽ സ്ഥിരത നമ്മൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു മേഖലയിൽ നമുക്ക് വളരെ അത്യാവശ്യമാണ്. പിന്നെ നമുക്ക് വേണ്ടതാണ് ഡിസിപ്ലിൻ. ഡിസിപ്ലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം തീർച്ചയായിട്ടും ഈ ഇത്രയും പറഞ്ഞ ക്വാളിറ്റീസ് എല്ലാം ഉണ്ടെങ്കിലും നമുക്ക് ഡിസിപ്ലിൻ ഇല്ലെങ്കിൽ, ഡിസിപ്ലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പേഴ്സണൽ ഡിസിപ്ലിനാണ് ഏറ്റവും, അതിനകത്തിൽ നിന്നാണ് ബാക്കി എല്ലാ ഡിസിപ്ലിൻസും നമുക്കുണ്ടാകുന്നത്. അപ്പോൾ പേഴ്സണൽ ഡിസിപ്ലിൻ നമുക്കില്ലെങ്കിൽ, അച്ചടക്കം നമുക്കില്ലെങ്കിൽ, ഈ പറഞ്ഞ നമുക്ക് കോൺസിസ്റ്റൻസി ഉണ്ടാകത്തില്ല, പേഷ്യൻസ് ഉണ്ടാകത്തില്ല, ഹാർഡ് വർക്ക് ചെയ്യാനുള്ള മൈൻഡ് സെറ്റ് ഉണ്ടാകത്തില്ല, പിന്നെ സാക്രിഫൈസ് ചെയ്യാനുള്ള മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ
ഒരു മെൻറ്റാലിറ്റി നമുക്കുണ്ടാകത്തില്ല. അപ്പോൾ ഇതെല്ലാം നമ്മുടെ സെൽഫ് ഡിസിപ്ലിനെ നമുക്ക് വളർത്തിയെടുത്താൽ മാത്രമേ ഈ പറഞ്ഞ മറ്റുള്ള ക്വാളിറ്റീസ് എല്ലാം തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പം ഡിസിപ്ലിൻ വളരെ അത്യാവശ്യമാണ്. ഡിസിപ്ലിൻ ഇല്ലാത്ത വ്യക്തി ജീവിതത്തിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള യാതൊരു ചരിത്രവുമില്ല. നമുക്ക് മോട്ടിവേഷൻ കിട്ടും, നമുക്ക് പെട്ടെന്ന് ആ മോട്ടിവേഷൻ തന്നെ പെട്ടെന്ന് ഉണ്ടാകുന്ന സ്പാർക്കായിരിക്കും, അത് പെട്ടെന്ന് തന്നെ അത് കത്തി ഇല്ലാതാകുന്നത്, എക്സ്റ്റിങ്ക്വിഷ് ആയി പോകുന്നത്. പക്ഷേ നമുക്ക് ഡിസിപ്ലിൻ ഉണ്ടെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ കോൺസിസ്റ്റൻ്റായിട്ട് സ്ഥിരമായിട്ട് തുടർച്ചയോടുകൂടി നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ. മോട്ടിവേഷൻ നമുക്ക് പെട്ടെന്ന് ഉണ്ടാകുന്നൊരു എന്തെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞ് പെട്ടെന്ന് നമുക്കുണ്ടാകുന്നൊരു ഒരു ഇമോഷണൽ ജെർക്കായിരിക്കും അതാണ്. പക്ഷേ നമുക്ക് ഡിസിപ്ലിൻ ഇല്ലെങ്കിൽ നമുക്കതിന് ഒരു കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ലക്ഷ്യത്തിലേക്ക് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഡിസിപ്ലിൻ ഇല്ലെങ്കിൽ നമുക്ക് ആ യാത്ര നമുക്ക് തുടരാൻ സാധിക്കത്തില്ല. അപ്പോൾ സെൽഫ് ഡിസിപ്ലിൻ വളരെ അത്യാവശ്യമാണ്. ആ സെൽഫ് ഡിസിപ്ലിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പല കാര്യങ്ങളും നമുക്ക് ത്യജിക്കേണ്ടതായിട്ട് വരും. ചിലപ്പം ബാഡ് റിലേഷൻസ്, ബാഡ് ഫ്രണ്ട്ഷിപ്സ്, അതുപോലെ തന്നെ ടൈം വേസ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള നമ്മുടെ ജീവിതക്രമങ്ങളൊക്കെ നമുക്ക് തീർച്ചയായിട്ടും ഇതുവരെ നമ്മളുടെ കംഫർട്ട് സോൺ എന്തായിരുന്നു ഇതെല്ലാം നമുക്ക് സാക്രിഫൈസ് ചെയ്ത് അല്ലെങ്കിൽ നമുക്ക് അതിനെയൊക്കെ എലിമിനേറ്റ് ചെയ്ത് മുമ്പോട്ട് പോകണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സെൽഫ് ഡിസിപ്ലിൻ വളരെ അത്യാവശ്യമാണ്. പേഴ്സണലായിട്ടും പ്രൊഫഷണൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഏറ്റെടുത്തിരിക്കുന്ന കർമ്മ പദ്ധതി എന്താണോ അതിനകത്ത് നമുക്ക് തീർച്ചയായിട്ടും ഇപ്പോൾ ഒരു ഓതർ ആകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഡിസിപ്ലിനുള്ളൊരു വ്യക്തിക്ക് മാത്രമേ ആ കോൺസിസ്റ്റൻസിയിൽ ദിവസവും ഡെയിലി ഒന്നെങ്കിൽ അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ അല്ലെങ്കിൽ 10 മിനിറ്റ് സ്ഥിരമായിട്ട് എഴുതുക എന്നുള്ളൊരു പ്രക്രിയയിലേക്ക് നമ്മളെ കൊണ്ട് എത്തിക്കണമെങ്കിൽ നമ്മൾ ഡിസിപ്ലിൻഡ് ആയിരിക്കണം നടത്തുന്നത്. മറ്റു ഡിസ്ട്രാക്ഷൻസ് ഒന്നും നമ്മളെ എന്നുവെച്ചാൽ നമ്മുടെ ശ്രദ്ധയെ മാറ്റിക്കളയുന്ന, നമ്മുടെ ഫോക്കസിനെ മാറ്റിക്കളയുന്ന ആ ഒരു അവസ്ഥയാണ് ഡിസ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇൻറ്ററപ്ഷൻസ് ഒക്കെ പല രീതിയിലുള്ള തടസ്സങ്ങൾ നമുക്കുണ്ടാകാം, ഒത്തിരി ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാകാം. അപ്പോൾ ഈ പറഞ്ഞ ഡിസ്ട്രാക്ഷനെയൊക്കെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാനും ഇൻറ്ററപ്ഷനെയൊക്കെ നമുക്ക് മാറ്റി നിർത്താനും ഒക്കെ സാധിക്കുന്നത് നമ്മുടെ സെൽഫ് ഡിസിപ്ലിൻ ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ. അത് നമ്മളെ തന്നെ കെയർ ചെയ്യുന്നതിന് തുല്യമാണ് സെൽഫ് ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള വ്യക്തി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതാണ് 5ാമത്തെ പ്രധാനപ്പെട്ട ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. 6ാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫ് കോൺഫിഡൻസ്. ഇനി ഈ 5 ക്വാളിറ്റി നമുക്കുണ്ടെങ്കിൽ തന്നെയും ഒരു വ്യക്തിക്ക് സെൽഫ് കോൺഫിഡൻസ് അല്ലെങ്കിൽ ആത്മവിശ്വാസം ഇല്ലെങ്കിൽ, കാരണം പല വ്യക്തികളും ജീവിതത്തിൽ പരാജയപ്പെട്ടു എന്ന് നമ്മൾ മുദ്ര കുത്തപ്പെടുന്നത് അവരുടെ ലാക്ക് ഓഫ് സെൽഫ് കോൺഫിഡൻസ് കൊണ്ടും കൂടെ ആയിരിക്കും. അവർക്ക് ബാക്കിയുള്ള ഗുണങ്ങളും സവിശേഷതകളും എല്ലാം ഉണ്ടെങ്കിൽ തന്നെയും ഈ സെൽഫ് കോൺഫിഡൻസ്, നമ്മളിൽ സ്വയം ഉള്ള വിശ്വാസം, ആത്മവിശ്വാസം, അല്ലെങ്കിൽ നമ്മളിലുള്ള ഫെയ്ത്ത്, എനിക്കിത് ചെയ്യാൻ സാധിക്കും, എന്തു തന്നെ പ്രതിബന്ധങ്ങളും ഒബ്സ്റ്റക്കിൾസും എൻ്റെ മുന്നിൽ ഉണ്ടെങ്കിൽ തന്നെയും, അല്ലെങ്കിൽ എന്തെല്ലാം ഡിസ്ട്രാക്ഷൻസ് ഞാൻ നേരിടുന്നുണ്ടെങ്കിൽ തന്നെയും ഐ വിൽ ഡു ഇറ്റ്, ഐ ക്യാൻ ഡു ഇറ്റ് എന്നുള്ള സ്പിരിറ്റാണ് നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയുന്നത്. മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് വേണമെങ്കിലും ചിന്തിച്ചോട്ടെ, കരുതിക്കോട്ടെ, പറഞ്ഞോട്ടെ, പക്ഷേ ഞാൻ എൻ്റെ ലക്ഷ്യത്തിലേക്ക് നടന്നു നീങ്ങും, എന്തു തന്നെ സംഭവിച്ചാലും. ആ ഒരു സ്പിരിറ്റാണ് നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ ഒരു മെൻ്റൽ സ്ട്രെങ്ത് ആണ് നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയുന്നത്. അപ്പോൾ സെൽഫ് കോൺഫിഡൻസ് വളരെ അത്യാവശ്യമാണ്. അപ്പം ഇതാണ് പ്രധാനപ്പെട്ട 6 ക്വാളിറ്റീസ് നമുക്ക് സക്സസ്ഫുൾ ആകാൻ വേണ്ടി ഒരു വ്യക്തിക്ക് നമുക്ക് ജനറലായിട്ട് പറയാൻ പറ്റുന്നത്. ഇതെല്ലാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ വേണ്ട സെൽഫ് കോൺഫിഡൻസ് ആയാലും സെൽഫ് റെസ്പെക്റ്റ് ഉള്ള നമ്മുടെ ഡിസിപ്ലിൻ, സെൽഫ് റെസ്പെക്റ്റ് ഒക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. എന്നാൽ തന്നെ ആദ്യം നമ്മൾ പറഞ്ഞ ഹാർഡ് വർക്കാണ്, 2ാമത്തെ പേഷ്യൻസ്, 3ാമത്തെ സാക്രിഫൈസ്, 4ാമത്തെ കോൺസിസ്റ്റൻസി, 5ാമത്തെ ഡിസിപ്ലിൻ സെൽഫ് ഡിസിപ്ലിനാണ് പറയുന്നത്, 6ാമത്തെയാണ് സെൽഫ് കോൺഫിഡൻസ് ആണ്. അപ്പോൾ ഈ 6 ക്വാളിറ്റിയുടെയും ഒരു ബ്ലെൻഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഏത് മേഖലയിലായാലും ശരി നമുക്ക് സക്സസ്ഫുൾ ആകാൻ സാധിക്കത്തുള്ളൂ. സക്സസ്ഫുൾ ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സക്സസ്സിന് ഒരു കൃത്യമായിട്ടുള്ള ഡെഫിനിഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദർ ഈസ് നോ സച്ച് ഡെഫിനിഷൻ. ബിക്കോസ് ഓരോ വ്യക്തിയും സക്സസ്ഫുൾ ആയിട്ടുള്ളത്, ഒരു വ്യക്തിയുടെ സക്സസ് ആ വ്യക്തിയുടെ മാത്രം സക്സസ്സാണ്. അത് നമുക്ക് മറ്റൊരാൾക്ക് കോപ്പി ചെയ്യാനോ അല്ലെങ്കിൽ മറ്റൊരാളുടെ ലൈഫിലേക്ക് അല്ലെങ്കിൽ മറ്റൊരാളുടെ ജീവിത മേഖല അല്ലെങ്കിൽ കർമ്മ മേഖല എന്താണ് നമുക്ക് അവിടത്തേക്ക് നമുക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യാനും സാധിക്കത്തില്ല. പക്ഷേ നമുക്ക് ജനറലായിട്ട് വേണ്ട ക്വാളിറ്റീസ് ആണ് പറയുക. കാരണം ലോകത്ത് എവിടെയുള്ള ഏത് വ്യക്തിക്കായാലും ഹാർഡ് വർക്ക് അത്യാവശ്യമാണ്,
പേഷ്യൻസ് അത്യാവശ്യമാണ്, സാക്രിഫൈസ് അത്യാവശ്യമാണ്, കൺസിസ്റ്റൻസി എവിടെയും നമ്മൾ കേൾക്കുന്ന ഒരു ക്വാളിറ്റിയാണ് കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ, തുടർച്ച അല്ലെങ്കിൽ സ്ഥിരത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കൺസിസ്റ്റൻ്റ് അല്ലാത്തൊരു വ്യക്തിക്ക് തീർച്ചയായിട്ടും സക്സസ്ഫുൾ ആകാൻ സാധിക്കത്തില്ല. പിന്നെ ഡിസിപ്ലിൻ, പിന്നെ സെൽഫ് കോൺഫിഡൻസ്. ഡിസിപ്ലിൻഡ് അല്ലാത്ത വ്യക്തികളുടെ ഒരു വലിയ നിര തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അവർക്ക് മറ്റുള്ള കഴിവുകളും സ്കില്ലുകളും അല്ലെങ്കിൽ ഗുണങ്ങളും സവിശേഷതകളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും അവർ ജീവിതത്തിൽ എങ്ങും എത്തപ്പെടാത്തതിൻ്റെ ഒരു പ്രധാന കാരണം സെൽഫ് ഡിസിപ്ലിൻ ഇല്ലാത്തതാണ്. അതുപോലെ തന്നെ സെൽഫ് കോൺഫിഡൻസ്. ഈ പറഞ്ഞ 5 ക്വാളിറ്റീസ് ഉണ്ടെങ്കിലും സെൽഫ് കോൺഫിഡൻസ് നമുക്കില്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സക്സസ്ഫുൾ ആകാനുള്ള സാധ്യത വളരെ വിദൂരമാണ്. അപ്പം ഹാർഡ് വർക്ക്, പേഷ്യൻസ്, സാക്രിഫൈസ്, കോൺസിസ്റ്റൻസി, ഡിസിപ്ലിൻ അല്ലെങ്കിൽ സെൽഫ് ഡിസിപ്ലിൻ, പിന്നെ സെൽഫ് കോൺഫിഡൻസ്. ഈ 6 ക്വാളിറ്റീസാണ് നമ്മളെ സക്സസ്സിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. അപ്പം ഇപ്പം നിങ്ങൾ സ്റ്റുഡൻ്റ് ആയാലും ശരി, സ്റ്റുഡൻ്റായി കഴിഞ്ഞ് നമ്മളൊരു ജോലി തേടുന്നൊരു ജോബ് സീക്കർ ആയാലും ശരി, പിന്നെ നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നൊരു വ്യക്തിയായാലും ശരി, അല്ലെങ്കിൽ നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തൊരു വ്യക്തിയായാലും ശരി, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞൊരു ഓതർ, ഇഫ് യു വാണ്ട് ടു ബി എൻ ഓതർ, അല്ലെങ്കിൽ ഇഫ് യു വാണ്ട് ടു ബി എൻ ആക്ടർ, അല്ലെങ്കിൽ ഇഫ് യു വാണ്ട് ടു ബി എ സിംഗർ അല്ലെങ്കിൽ മ്യൂസീഷ്യൻ, അല്ലെങ്കിൽ ഇഫ് യു വാണ്ട് ടു ബി എ പൊളിറ്റീഷ്യൻ, അല്ലെങ്കിൽ ഇഫ് യു വാണ്ട് ടു ബി എ ബ്യൂറോക്രാറ്റ്, എന്തു തന്നെ, അല്ലെങ്കിൽ ഒരു സയൻറ്റിസ്റ്റ്, ഇല്ലേ, എന്തു തന്നെ ആകാൻ നമ്മൾ ശ്രമിച്ചാലും ആ മേഖലയിലെല്ലാം തന്നെ നമ്മളുടെ ജീവിത ജേർണിയിൽ, ആ ഡെസ്റ്റിനേഷനിലേക്കുള്ള നമ്മുടെ ജേർണിയിൽ തീർച്ചയായിട്ടും നമുക്ക് ഇത്രയും ഈ പറഞ്ഞ 6 ക്വാളിറ്റീസ് വളരെ മസ്റ്റാണ്, വളരെ കമ്പൽസറിയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ നമുക്കുണ്ടാക്കാൻ സാധിക്കും. നമുക്ക് തീർച്ചയായിട്ടും സക്സസ്ഫുൾ ആകാൻ സാധിക്കും. ഇനി സക്സസ് ആകാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു ഷോർട്ട് കട്ടല്ല ഒരിക്കലും. അതിന് തീർച്ചയായിട്ടും നമുക്ക് പല വിലകൾ നമുക്ക് നൽകേണ്ടി വരും. അപ്പോൾ അങ്ങനെ ആ നൽകേണ്ട വിലകളാണ് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക എന്നുള്ളത്. കാരണം ഹാർഡ് വർക്ക് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും മറ്റ് പല കംഫർട്ട്സും നമുക്ക് പ്ലഷേഴ്സും ഒക്കെ നമുക്ക് മാറ്റി വെക്കേണ്ടി വരും. പേഷ്യൻ്റ് ആകുക എന്ന് പറയുമ്പോൾ രോഗിയാകുക എന്നുള്ളതല്ല, നമുക്ക് ക്ഷമാശീലം നമുക്ക് വളരെ അത്യാവശ്യമാണ്. കാരണം തൽക്കാലം നമുക്ക് പരാജയങ്ങളോ സെറ്റ് ബാക്സോ ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ തന്നെയും അത് നമ്മളെ ഒരിക്കലും നിരാശപ്പെടുത്താനോ അത് നമ്മൾ ഏർപ്പെട്ടിരിക്കുന്ന പ്രവൃത്തി ഗിവ് അപ്പ് ചെയ്യാനോ ഉപേക്ഷിച്ചിട്ട് പോകാനോ നമ്മളെ പ്രേരിപ്പിക്കരുത്. അപ്പോൾ അതാണ് പേഷ്യൻസ് എന്ന് പറയുന്നത്. പിന്നെ സാക്രിഫൈസ്, ഈ പറഞ്ഞ പല കാര്യങ്ങളും നമ്മുടെ ലക്ഷ്യത്തെ തടസ്സപ്പെടുത്തുന്ന പല കാര്യങ്ങളും നമുക്ക് സാക്രിഫൈസ് ചെയ്യാൻ, എലിമിനേറ്റ് ചെയ്യാൻ നമുക്ക് കഴിയണം. പിന്നെ കോൺസിസ്റ്റൻസി, സ്ഥിരത ഉണ്ടായിരിക്കണം. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ സ്ഥിരമായിരിക്കണം. അപ്പോൾ അതിൻ്റെ എഫക്റ്റ് കോമ്പൗണ്ടിങ് ആയിരിക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഡിസിപ്ലിൻ ഉണ്ടാകണം. ഡിസിപ്ലിൻഡ് ആയിട്ടുള്ളൊരു വ്യക്തി ആയാൽ മാത്രമേ നമുക്ക് തീർച്ചയായിട്ടും ഇപ്പം കൃത്യമായി രാവിലെ സ്ഥിരമായി ഒരേ സമയത്ത് എഴുന്നേൽക്കുക, അപ്പോൾ അത് നമ്മുടെ ഡിസിപ്ലിനാണ് ശരിക്കും പറഞ്ഞാൽ. ഒരു വ്യക്തി ഓരോ ദിവസവും പല സമയത്താണ് എഴുന്നേൽക്കുന്നതെങ്കിൽ ആ വ്യക്തിക്ക് ഡിസിപ്ലിൻ ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അത് നമ്മുടെ ഒരു സക്സസ്ഫുൾ ജേർണിയെ ശരിക്കും പറഞ്ഞാൽ ബാധിക്കുന്നതാണ്. അതുപോലെ തന്നെ പിന്നെ നമ്മളുടെ ഡയറ്റ്, ഹെൽത്ത്, അപ്പോൾ ഇതിനകത്തെല്ലാം നമുക്ക് ഡിസിപ്ലിൻ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ സക്സസ്സിനെ അത് കോൺട്രിബ്യൂട്ട് ചെയ്യത്തുള്ളൂ. പിന്നെ നമുക്ക് അവസാനമായി വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ ട്രൈറ്റാണ് സെൽഫ് കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ. നമ്മളിൽ തന്നെ വിശ്വാസം ഉണ്ടാകുക. മറ്റുള്ളവർ നമ്മളെ ഏത് രീതിയിൽ നിരാശപ്പെടുത്തി കഴിഞ്ഞാലും അല്ലെങ്കിൽ ഡിസ്കറേജ് ചെയ്ത് കഴിഞ്ഞാലും ശരി, അതിനൊന്നും നമ്മൾ ശ്രദ്ധ കൊടുക്കാതെ നമ്മളിൽ സ്വയം വിശ്വസിച്ച് നമ്മളുടെ പ്രവൃത്തികൾ വളരെ ശക്തിയോടുകൂടി ചെയ്ത് നമ്മൾ മുമ്പോട്ട് പോവുക. അപ്പോൾ അതിനുള്ള കോൺഫിഡൻസ് നമുക്ക് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. അപ്പോൾ ഇത്രയും 6 ക്വാളിറ്റീസിൽ നമ്മൾ ശ്രദ്ധിച്ച് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ഏർപ്പെട്ടിരിക്കുന്ന മേഖലയിൽ നമുക്ക് സക്സസ്ഫുൾ ആകാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം സക്സസ്ഫുൾ ആയിട്ടുള്ള വ്യക്തികളുടെ എല്ലാം ജീവിതം നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ 6 ജനറൽ ക്വാളിറ്റീസ് വളരെ ശക്തമായിട്ട് തന്നെ അവരുടെ ജീവിതത്തിൽ നമുക്ക് കാണാം എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം. ഹാവ് എ വണ്ടർഫുൾ ഡേ.